ഹലോ, അസ്സാം വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിന്നെ ഈ വോയിസ് വിട്ട ഷാമിൽ എന്ന് പറഞ്ഞ സഹോദരൻ്റെ വോയിസ് ഞാൻ കേട്ടു. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ പ്രാർത്ഥിക്കുക. പ്രത്യേകം വെള്ളിയാഴ്ചയാണല്ലോ. അള്ളാഹു പരിപൂർണമായ ശിഫ നൽകട്ടെ. ബോധം പിന്നെ എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചു വരാനുള്ള തൗഫീഖ് ഉണ്ടാകട്ടെ ഒക്കെ പ്രാർത്ഥിക്കുക. പക്ഷേ ഇതിനൊക്കെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ പിന്നെ മനുഷ്യ ശരീരത്തിൽ പിശാച് പ്രവേശിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന രോഗങ്ങൾ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. അതിൽ ഇത്തരത്തിലുള്ള ഫിക്സുകൾ, എപ്പിലസി എന്ന് പറയുന്ന ഫിക്സുകൾ, സൊറ എന്ന് പറയും അറബിയിൽ. ഈ സൊറ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ പിശാച് പ്രവേശിക്കും. അപ്പോൾ ഇത് പിന്നെ തലച്ചോറിൽ കയറിയിട്ട് ഞരമ്പുകൾക്കിടയിൽ എയർ ബ്ലോക്ക് ഉണ്ടാക്കും. അങ്ങനെ ബ്ലോക്ക് ഉണ്ടാക്കിയിട്ട് സർക്കുലേഷൻ കട്ട് ചെയ്യുമ്പോൾ ആൾ ബോധം കെട്ട് വീണു പോകും. ഡോക്ടേഴ്സ് എത്ര പരിശോധിച്ചാലും സ്കാൻ ചെയ്താലൊന്നും ഒരിക്കലും പിന്നെ ഇത് കാണാൻ കഴിയില്ല. കാരണം എന്താണ്, ജിന്ന് എന്ന് പറയുന്നതും ഷെയ്ത്താൻ എന്ന് പറയുന്നതും നമ്മുടെ ബയോകെമിസ്ട്രിക്ക് അപ്പുറത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ സ്കാനിങ്ങിലോ എക്സ്റേയിലോ ഒന്നും കാണാൻ കഴിയില്ല. മാത്രമല്ല, അവർ ഗുളിക കൊടുത്താൽ ആ ഹോർമോണുകളുണ്ടായ ചേഞ്ച് മാത്രമേ മാറ്റാൻ പറ്റുള്ളൂ. യഥാർത്ഥ വൈറസായ ഷെയ്ത്താനെ ശരീരത്തിൽ നിന്ന് ഒഴിവാക്കി വിടാൻ പറ്റില്ല. അപ്പോൾ അതിനെ ഒഴിവാക്കുന്ന ശറയ്യായ രീതിയാണ് റുഖിയത്ത് ഷറയ്യ. അത് അള്ളാഹുവിൻ്റെ ഖുർആൻ കൊണ്ടും റസൂലിന് സ്ഥിരപ്പെട്ടു വന്ന ദുആ ദിക്റുകൾ കൊണ്ടും അള്ളാഹുവിൻ്റെ അസ്മാ സിഫാത്തുകൾ കൊണ്ട് ചികിത്സിക്കുക. അതല്ലാതെ പിന്നെ ഉസ്താദ്മാരത് കൊണ്ടുപോയിട്ട് ഈ പിന്നെ കോയമുട്ടമ്മൽ എഴുതുക, ഉറുക്ക് കെട്ടുക, ഏലസ് കെട്ടുക, കുപ്പി കുഴിച്ചിടുക, അതേപോലെ തന്നെ അവരുടെ പേരിൽ പിന്നെ കുത്തുബിയത്ത് നടത്തുക, മഹാത്മാക്കളുടെ പേരിൽ അർത്ഥം കൊടുക്കുക, ജാറ മൂടുക, അതേപോലെ തന്നെ പണിക്കാരുടെ അടുത്ത് കൊണ്ടുപോകുക, ജോത്സ്യൻ്റെ അടുത്ത് കൊണ്ടുപോകുക, കളം വരയ്ക്കുക, പിന്നെ ആണിയടിക്കുക, തെച്ചിപ്പൂ ഇടുക, അതേപോലെ തന്നെ അമ്പലങ്ങളിലേക്ക് നേർച്ച കൊടുക്കുക, ചോര കൊടുക്കുക. പിന്നെ ഇതൊന്നും പാടില്ല. ഇതെല്ലാം കുഫറും ശിർക്കും ഹറാമും ബിദഅത്തുമായ പ്രവർത്തനങ്ങളാണ്. അതൊക്കെ ചെയ്താലും ചിലയിടത്തുനിന്നൊക്കെ ചിലപ്പോൾ ആശ്വാസങ്ങളും ചില അത്ഭുതങ്ങളൊക്കെ കിട്ടിയെന്ന് വരും. കാരണം എന്താ വെച്ചാൽ, പിശാച് എന്നെ സഹായിക്കുന്ന കുഫറും ശിർക്കും ചെയ്യുമ്പോൾ ഷെയ്ത്താൻ തൽക്കാലം ശരീരത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകും. പക്ഷേ അത് ശാശ്വതമല്ല, അത് ശരിയായ രീതിയല്ല. എന്നാൽ ശരിയായ രീതി എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഖുർആൻ ഓതിക്കൊണ്ട് ശറയ്യാ രൂപത്തിൽ ചികിത്സിച്ചു കൊടുക്കുക എന്നതാണ്. അങ്ങനെ ചികിത്സിക്കുന്ന ആളുകളെ സമീപിച്ചുകൊണ്ട് കൃത്യമായിട്ട് അവരെ പിന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ മാഷാ അല്ലാഹ് അവർ ഒരു കുഴപ്പമില്ലാതെ എഴുന്നേറ്റ് വരും. മാത്രമല്ല, ഇത് കുട്ടികളൊക്കെ ഈ ഫോട്ടോസ് കണ്ടാൽ തന്നെ അറിയാം, ഇതിൽ കുട്ടികൾക്ക് മിക്കവാറും പിന്നെ കണ്ണേർ തട്ടിയിട്ടുണ്ടാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു പറഞ്ഞല്ലോ, അൽ ഐനു ഹക്കുൻ, കണ്ണേർ സത്യമാണ്. എൻ്റെ ഉമ്മത്തിലധികം ആളുകൾ മരിക്കുന്നത് കണ്ണേർ ബാധിച്ചിട്ടാണ്. കണ്ണേർ നിങ്ങളെ കുഴിമാടത്തിൽ എത്തിക്കാതിരിക്കട്ടെ എന്നാണ്. അള്ളാഹുവിൻ്റെ ഖദറിനെ വലതും മുൻകിടക്കുമായിരുന്നെങ്കിൽ കണ്ണേർ മുൻകിടക്കും. ഈ ഹദീസുകളൊക്കെ വളരെ അടിസ്ഥാനമാണ്. മാത്രമല്ല, ഈ കണ്ണേർ എന്ന് പറഞ്ഞ ഒരു ഇലക്ട്രിക് വേവ് പോലെ ശരീരത്തിൽ പതിക്കുന്നതാണ് പണ്ഡിതന്മാർ പറയുന്നത്. മാത്രമല്ല, അത് ഹസദുള്ളതാണെങ്കിൽ അതിലൂടെ ഷെയ്ത്താനും പ്രവേശിക്കും. അപ്പോൾ ഇത് രണ്ടും ഭയങ്കരമായിട്ടുള്ളൊരു ഷോക്കാണ്. അത് സംഭവിച്ചാൽ ഇതുപോലെയുള്ള മരണവും അപകടങ്ങളും കുഴച്ചിലും ബോധങ്ങളൊക്കെ കെടും. അപ്പോൾ അതുകൊണ്ട് തിരിച്ചറിഞ്ഞ് ശരിയായ രൂപത്തിലുള്ള ആത്മീയ ചികിത്സ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് മാറ്റം ഇതിലുണ്ടാവും. എൻ്റെ അർത്ഥം ഡോക്ടറെ കാണിക്കണ്ടെന്നോ ഹോസ്പിറ്റലിൽ കാണിക്കണ്ടെന്നോ മരുന്ന് കുടിക്കണ്ടെന്നോ അർത്ഥമല്ല. അതെല്ലാം നമുക്ക് ചെയ്യാം. പക്ഷേ അടിസ്ഥാനപരമായി ഇത്തരത്തിലുള്ള രോഗങ്ങൾക്ക് ചെയ്യേണ്ടത് ഈ പറഞ്ഞ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള ശറഈയായ ചികിത്സയാണ്. അതിന് ഇൻഷാ അല്ലാഹ് എന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്താൻ നിങ്ങൾക്ക് അവർക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് എത്തിച്ചു കൊടുക്കാൻ പറയും. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.